ഒരു കാര്യം കൂടി, ഇസ്രായേൽ ഹമാസ് സംഘർഷം അത് അതിന്റെ രണ്ടാം വാർഷികം പിന്നിടുന്ന വേളയിലാണ്. അപ്പൊ ട്രംപിന്റെ അവർ മുന്നോട്ട് വെച്ച ചില ഒരു ഫോർമുലയുണ്ട്, ഒത്തുതീർപ്പ് ഫോർമുല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ പുരോഗമിക്കാം. അപ്പൊ അതിലെന്താണ് ഒരു പ്രതികരണം? പശ്ചിമേഷ്യൻ സംഭവവുമായി ബന്ധപ്പെട്ട് പല മുൻകൈകൾ, പലരുടെ ഇടപെടലുകൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. ആര് ഇടപെട്ടിട്ടാണെങ്കിലും ഈ പ്രശ്നത്തിന്, അവിടുത്തെ രക്തച്ചൊരിച്ചിലിന് അടിയന്തരമായിട്ടൊരു പരിഹാരം ഉണ്ടാവണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ വമ്പിച്ച ബഹുജന പ്രതിഷേധമാണ് ഈ വിഷയത്തിലുള്ളത്. പാലസ്തീൻ രാഷ്ട്രമെന്ന സങ്കല്പം യാഥാർത്ഥ്യമാവണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് യൂറോപ്പിലെല്ലാം 10,000-കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങുകയാണ്. എന്നിട്ടും ഈ വിഷയത്തിൽ തക്ക സമയത്തൊരു തീരുമാനമുണ്ടാക്കാൻ കഴിയാത്തത് വളരെയധികം ദുഃഖകരമാണ്. ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ ഒരു 20 പരിപാടിയാണ്. അതിന് തന്നെ മാറ്റങ്ങൾ വന്നു. ആദ്യം മുന്നോട്ട് വെച്ച പരിപാടി ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് നെതന്യാഹു പറഞ്ഞ് അതിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്നാമതായി നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത് അവിടെ ഒരു വെടിനിർത്തൽ ഉണ്ടാവുക, അവിടെ രക്തച്ചൊരിച്ചിലിന് എങ്ങനെയാണെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുക. പക്ഷെ പാലസ്തീൻ രാഷ്ട്രം എന്ന ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച കാഴ്ചപ്പാട് അത് ഉപേക്ഷിക്കപ്പെടുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് വളരെയധികം ഉത്കണ്ഠാജനകമാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. മഹാത്മാഗാന്ധിയും നെഹ്റുവും ഇന്ത്യയും ഒക്കെ എന്നും പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ പരിഹാരത്തിന്റെ ഭാഗമായി ഒരു പാലസ്തീൻ രാഷ്ട്രം ഉണ്ടാവേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ പറഞ്ഞത് വളരെ വ്യക്തമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി ഗസയും വെസ്റ്റ് ബാങ്കും അടങ്ങുന്ന ഒരു പാലസ്തീൻ രാഷ്ട്രം ഉണ്ടാവണം എന്നുള്ളതാണ് സങ്കല്പം. അത് പാലിക്കപ്പെടുമോ എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്നു.